ഭാനു, എന്താ അവൻ നിന്നോട് സംസാരിച്ചേ? ഞങ്ങൾ തമ്മിലുള്ള നല്ല ഓർമ്മകളെല്ലാം ഈ പെൻഡ്രൈവിലുണ്ടെന്നും ഇനി ഇതായിട്ട് കയ്യിൽ സൂക്ഷിക്കുന്നില്ലെന്നും ഒരിക്കലും ഒരു ശല്യമായിട്ട് മുന്നിൽ വരില്ലെന്നും പറഞ്ഞ് ഇതെന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയ ചേച്ചി. അപ്പൊ അവന് പേടിയുണ്ട്. അതാണ് കയ്യിലുള്ള ഈ തെളിവും തന്നത്. ഇതിലിവരുടെ സൗഹൃദ നിമിഷങ്ങളാണ് ഭരത്. ഒരു ഓർമ്മയായിട്ട് വേണ്ടെന്ന് കരുതി തിരികെ കൊടുത്തായിരിക്കും. നന്നായി ചേച്ചി. ഇനിയും വില കാണിച്ചാ തുടർന്നുള്ള പഠനത്തെ തന്നെ ബാധിക്കുന്ന അവന് നന്നായിട്ട് മനസ്സിലായി കാണും. എന്തായാലും ഭാനുവിനെ വന്ന് കാണാനും ക്ഷമ പറയാനും അവന് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി നീ വെറുതെ ഓരോന്നാലോചിച്ച് ഉള്ള സമയം കളയാതെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ നോക്കു ഭാനു. എന്തായാലും ഞാൻ അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ച് നന്നായി ചേച്ചി. അതുകൊണ്ടാണല്ലോ അവനും അവന്റെ കുടുംബവും താഴെ വന്നത്. ചേച്ചി പറഞ്ഞ പോലെ ജയേഷിന്റെ അച്ചമ്മയാണ് ഇതിനെല്ലാം പിന്നില്. സത്യം പറഞ്ഞ ഇവരൊക്കെ കണ്ടാണല്ലോ പുതിയ തലമുറ പഠിക്കുന്നത്. ഇനി അടുത്ത അടവുകളായിട്ട് ആരെങ്കിലും എന്തായാലും വരാതിരിക്കില്ല. സ്വത്തിന്റെ വിഹിതത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണല്ലോ. അതിന്റെ പേരില് ഇനി ഒരു സംസാരത്തിനോ പ്രശ്നത്തിനോ പോകാതെ എന്തെങ്കിലും ചെയ്യണം ഭരത്തെ. എന്തിനാ ഇവരുടെയൊക്കെ ശാപങ്ങൾ തലക്കേറ്റി വെക്കുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കണം. ആരും സഹകരിച്ചില്ലെങ്കിൽ ഞാൻ ചില വഴികളൊക്കെ കണ്ടിട്ടുണ്ട്. ചേച്ചി പറഞ്ഞാൽ മതി, ഞാൻ എന്താ വേണ്ടെന്ന്. മതി, നിനക്കെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. ഭാവന, ആ